ഇപ്പോൾ ഈ സ്റ്റേ ബാക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലും ഇപ്പോൾ UK, ഇപ്പോൾ ന്യൂസിലാൻഡ് ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ഉണ്ട്. പക്ഷേ സ്റ്റേ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരും പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ 7 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്, അടുത്ത വർഷമാകുമ്പോൾ അടുത്ത ലക്ഷങ്ങളും കൂടി വന്നു കഴിഞ്ഞ് ഓരോ വർഷം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഈ 3 വർഷത്തെ സ്റ്റേ ബാക്കിൽ പോലും ജോലി കിട്ടുന്ന ആളുകളുടെ ശതമാനം വളരെ കുറവാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കൺസേണിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇതിന് അപ്ലൈ ചെയ്താലും നമ്മളങ്ങോട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് നടന്നാലും ഇതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലല്ലോ അല്ലേ എന്നുള്ളൊരു ചോദ്യം, അതിൻ്റെ ഒരു ഉത്തരം എന്തായിരിക്കും? സോ നമ്മുടെ അവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടണമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഒരു വളരെ ടാലൻറ്റഡ് ആണെങ്കിൽ കിട്ടാറുമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ ജോലി കിട്ടാതെ ഇനിയൊരു PR പോകാനുള്ള സാധ്യതകളും വളരെ കുറവായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ സ്റ്റേറ്റിനും ഈ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇവർ ഈ ടാസ്മാനിയയിലോ സൗത്ത് ഓസ്ട്രേലിയയിലോ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ പഠിച്ചാൽ അവർക്ക് ഓൾമോസ്റ്റ് PR ഗ്യാരണ്ടീഡാണ്. ഇതാരും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ജോലി കിട്ടാതെയും PR പോകാൻ സാധ്യതയുള്ള സ്റ്റേറ്റുകളുണ്ട്. ജോലി കിട്ടിയാലും PR പോകാൻ സാധിക്കാത്ത സ്റ്റേറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ എന്നോട് എൻ്റെ ഏതോ ഒരു സംസാരത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴത്തെ ഒരു പോക്കാണെങ്കിൽ അടുത്ത വർഷത്തോടുകൂടി 40% മലയാളി കുട്ടികളും ഓസ്ട്രേലിയ പഠിക്കാൻ പോയവർ PR ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് തുടങ്ങും. അതൊരു ദാറ്റ് ഈസ് എ റിയാലിറ്റി. ആൻഡ് ഈ വർഷം തന്നെ എൻ്റെ അറിവിൽ വളരെ കുട്ടികൾ റിട്ടേൺ ടു കേരള.